ഫ്രണ്ട്സ്, അനിയ കെജുടെക്കിലേക്ക് സ്വാഗതം. +1 മാത്തമെറ്റിക്സിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള 14ാമത്തെ ക്ലാസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോസ് കണ്ടാൽ മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കുന്നതായിരിക്കും. പിന്നെ +1 മാത്തമെറ്റിക്സിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ +1 മാത്സ് ഫോക്കസ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സസൈസ് 3.3 ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ രണ്ടാമത്തെ ഫോക്കസ് പോയിന്റ് ആയ 3.4 എന്ന് പറയുന്ന ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് എന്നാണ് ആ ഫോക്കസ് പോയിന്റ് പറയുന്നത്. അപ്പോൾ ആ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള കുറെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് എല്ലാം വളരെ എളുപ്പത്തിൽ ഒരു കോഡൊക്കെ വെച്ച് ഒരു കഥയൊക്കെ പറഞ്ഞ് സൈനിനെയും കോസിനെയും പ്രണയത്തിലൊക്കെ ആയിക്കൊണ്ട് വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഈ ക്ലാസ് കാണേണ്ടത്. പിന്നെ ആ ക്ലാസ് പറയുന്നതിനിടയ്ക്ക് എല്ലാ ഇക്വേഷനും വീണ്ടും വീണ്ടും ഞാൻ പറയും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് എക്സസൈസ് 3.3 ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ തീർക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒരു 5 മുതൽ 10 മാർക്ക് വരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. കാരണം ടെക്സ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എക്സാമിനും പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല. അല്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യും. അല്ലാത്ത എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഈ വീഡിയോയിൽ നിൽക്കണമെന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത വീഡിയോയിലും വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ എക്സസൈസ് 3.3യിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 is equal to 1/2 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്തു തുടങ്ങുന്നത്? LHS is equal to RHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം LHS എടുക്കും. LHS എടുത്തിട്ട് നമ്മൾ അതിനെ RHS ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ LHS എന്താണ്? sin square pi by 6 sin square pi by 6 plus cos square pi by 3 minus tan square pi by 4. അപ്പോൾ ഇതിനെയാണ് നമുക്ക് 1/2 ആക്കേണ്ടത്. ഈസ് ഈക്വൽ ടു sin pi by 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin pi by 6 എത്രയാണ്? 1/2 ആണ് അല്ലേ? sin pi by 6 1/2 ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി sin square pi by 6 എന്ന് പറയുമ്പോൾ 1/2ന്റെ സ്ക്വയർ പ്ലസ് cos pi by 3 എത്രയാണ്? അത് 1/2 ആണ്. cos pi by 3 1/2 ആണ്. cos square pi by 3 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ മൈനസ് tan pi by 4 എത്രയാണ്? ഒരിക്കലും മറക്കരുത് tan pi by 4. tan pi by 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ tan square pi by 4 എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2ന്റെ സ്ക്വയർ എത്രയാണ്? അത് 1/4 ആണ്. പ്ലസ് ഇവിടെ 1/2ന്റെ സ്ക്വയർ എത്രയാ? 1/4 ആണ്. മൈനസ് 1ന്റെ സ്ക്വയർ 1 ആണ് അല്ലെ? ഇനി 1/4 പ്ലസ് 1/4 എത്രയാ? 1/4 പ്ലസ് 1/4 എന്ന് പറയുന്നത് 2/4 ആണ്. 2/4 മൈനസ് 1. ഈ 2/4 നമുക്ക് ചെറുതാക്കിയിട്ട് 1/2 എന്ന് എഴുതാം. 1/2 മൈനസ് 1. 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 1/2 എന്നാണ് കിട്ടുന്നത്. മൈനസ് 1/2. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ടെക്സ്റ്റിൽ മൈനസ് 1/2 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 is equal to minus 1/2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? sin pi by 6ന്റെ വാല്യൂ എഴുതി സ്ക്വയർ എടുത്തു, cos pi by 3യുടെ വാല്യൂ എഴുതി സ്ക്വയർ എടുത്തു, മൈനസ് tan pi by 4ന്റെ വാല്യൂ എഴുതി സ്ക്വയർ എടുത്തു. ഇനി അത് നമുക്ക് ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്താണോ ഉത്തരം കിട്ടേണ്ടിയിരുന്നത് അത് തന്നെ കിട്ടും. ഒരു സംശയമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻ നടത്തിയാൽ മതി. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സസൈസിലെ 4ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും 4ാമത്തെ ചോദ്യം ഒരേപോലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതിൽ 1ഉം 4ഉം ആണ് ചെയ്യുന്നത്. 2ഉം 3ഉം ഈ ചെയ്യുന്നത് കണ്ട് പഠിക്കുമ്പോഴത്തേക്ക് 2ഉം 3ഉം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരു കാര്യം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ പഠിപ്പിക്കുന്നതിന്റെ കൂടെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ തീരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുൻപ് വീഡിയോ പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 is equal to 10 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഓരോന്നിന്റെ വാല്യൂ എഴുതിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പോൾ sin 3 pi by 4ന്റെ വില നമ്മൾ പഠിച്ചിട്ടില്ല. sin pi by 4ഉം pi by 2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. sin 3 pi by 4ന്റെ വില നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഒന്നാമത്തെ എക്സസൈസിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ എക്സസൈസ്, ദാറ്റ് മീൻസ് എക്സസൈസ് 3.2ല് നമ്മൾ എങ്ങനെയാണ് sin 3 pi by 4ന്റെ വില കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്യാം. sin 3 pi by 4നെ നമ്മൾ എങ്ങനെ എഴുതും? sin 3 pi by 4നെ നമ്മൾ sin
പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതും. പൈ മൈനസ് പൈ ബൈ 4 അതെങ്ങനെയാ കിട്ടുന്നത്? 3π/4 ആണ്. അപ്പൊ നമുക്ക് 3π എന്ന് പറയുന്നത് 4π മൈനസ് പൈ ആണ്. അപ്പൊ സൈൻ 4π മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ സൈൻ 4π/4 മൈനസ് പൈ ബൈ 4 എന്ന് എഴുതും. ഈ 4π/4നെയാണ് നമ്മൾ പൈ എന്ന് എഴുതുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് സൈൻ ഓഫ് പൈ മൈനസ് പൈ ബൈ 4 അല്ലേ? 4 × പൈ 4π മൈനസ് പൈ 3π 3π/4. വളരെ സിമ്പിൾ ആണ്, ഇതൊന്നും വേണ്ട. 3π/4 ആണെങ്കിൽ നമുക്ക് പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. ഇനി 5π/4 ആണെങ്കിൽ പൈ പ്ലസ് പൈ ബൈ 4 എന്ന് എഴുതാം. ഇനിയിപ്പോ 5π/6 ആണെങ്കിലോ 5π/6 ആണെങ്കിൽ പൈ മൈനസ് പൈ ബൈ 6 എന്ന് എഴുതാം. 7π/6 ആണെങ്കിലോ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാം. ആ സംഭവം മനസ്സിലായില്ലേ? വേറെ എക്സാമ്പിൾ കൂടി പറയാം. 2π/3 ആണെങ്കിലോ 2π/3 ആണെങ്കിൽ പൈ മൈനസ് പൈ ബൈ 3 എന്ന് എഴുതാം. ഇനി 4π/3 ആണെങ്കിൽ പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി? സൈൻ പൈ മൈനസ് പൈ ബൈ 4 ആയിരുന്നു. സൈൻ പൈ മൈനസ് പൈ ബൈ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വരും? പൈ മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെ അറിയാം? ASTC നമ്മൾ പഠിച്ച കോഡ് എന്തായിരുന്നു? അമ്മ സാമ്പാർ തട്ടിച്ചരിച്ചു. അപ്പൊ ASTC. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? സൈൻ ആണ് പോസിറ്റീവ്. ഇവിടെ സൈൻ അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് തന്നെയാണ്. ഇനി നമ്മൾ റിഡക്ഷൻ ഫോർമുലയിൽ പഠിച്ചതാണ്. പൈ വന്നാൽ അതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ എഴുതും. അങ്ങനെയാണെങ്കിൽ സൈൻ തന്നെയാണ് സൈൻ π/4. സൈൻ π/4ന്റെ വാല്യൂ എത്രയാണ്? സൈൻ π/4ന്റെ വാല്യൂ 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 3π/4ന്റെ വാല്യൂ എത്ര തന്നെയാണ്? 1/√2 ആണ്. അപ്പൊ നമ്മൾ എഴുതി LHS എഴുതി. LHS ഞാൻ വീണ്ടും എഴുതുന്നില്ല. നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും എഴുതിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എഴുതുക. LHS എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 2 × സൈൻ 3π/4 എത്രയാണ്? 1/√2 ആണ്. അപ്പൊ 1/√2ന്റെ സ്ക്വയർ അല്ലെ? സൈൻ സ്ക്വയർ എന്നല്ലേ? ഇനി അടുത്തത് 2 cos square π/4. cos π/4 എന്താണ്? 2 എഴുതി. 2 × cos π/4 എന്താണ്? 1/√2 ആണ്. 1/√2ന്റെ സ്ക്വയർ പ്ലസ് 2 × sec square π/3. സീക്ക് എന്ന് പറഞ്ഞാല് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ cos π/3 എത്രയാണ്? cos π/3 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ ആണ് sec π/3. അപ്പൊ sec π/3 എത്ര വരും? 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2/1 ആണ്. അതായത് 2 ആണ്. അപ്പൊ 2 × 2 സ്ക്വയർ. 2 സ്ക്വയർ ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ. ഈ ഈക്വൽ ടു നമുക്ക് 10 ആണെന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 2 × 1/√2ന്റെ സ്ക്വയർ എത്രയാണ്? 1ന്റെ സ്ക്വയർ 1 ആണ്. √2ന്റെ സ്ക്വയർ 2 പ്ലസ് 2 × 1ന്റെ സ്ക്വയർ 1 ആണ്. √2ന്റെ സ്ക്വയർ 2 പ്ലസ് 2 × 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലെ? അപ്പൊ ഈ 2 ക്യാൻസൽ ആയി. 2 × 1/2. ഇവിടെയും 2 ക്യാൻസൽ ആയി. ഇവിടെ എത്ര കിട്ടി? 1 + 1 അല്ലെ? 1 + 1 2 ആണ്. 2 × 4 8. 8 + 2 10 കിട്ടും. എല്ലാം കൂടെ കൂട്ടിയ 10 കിട്ടത്തില്ലേ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഏതാണോ ഉത്തരം കിട്ടേണ്ടത് ആ ഉത്തരത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ 75ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് സൈൻ 30 അറിയാം, സൈൻ 45 അറിയാം, സൈൻ 60 അറിയാം, സൈൻ 90 അറിയാം. പക്ഷെ സൈൻ 75ന്റെ വാല്യൂ നമുക്ക് പഠിക്കാനില്ല. നമ്മൾ അതായത് കാണാതെ പഠിച്ചിട്ടില്ല. അപ്പോൾ സൈൻ 75ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സൈൻ 75 എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസിന്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ അത് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസിന്റെ സം ആയിട്ട് എഴുതാം. 75നെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 30, 45, 60 ഒക്കെ അല്ലേ? അപ്പൊ 30 + 45 എന്ന് എഴുതിക്കൂടെ സൈൻ 75നെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ 75 is equal to സൈൻ ഓഫ് 30 + 45. സൈൻ ഓഫ് 30 + 45 കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഓഫ് x + yയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? സൈൻ ഓഫ് x + y എന്ന് പറയുന്നത് സൈൻ x cos y പ്ലസ് cos x sin y എന്നായിരുന്നു. സൈൻ ഓഫ് x + y is equal to sin x cos y plus cos x sin y. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് x ആയിട്ടും 45 എന്ന് പറയുന്നത് y ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ sin x cos y that means sin 30 into cos 45 sin x cos y plus cos x that means cos 30 into cos sin y means sin 45 അല്ലേ? നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി സൈൻ 30യുടെ വില നമുക്കറിയാം. എന്തായിരുന്നു? നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആയി. കണ്ടോ? സൈൻ 30യുടെ വില എന്തായിരുന്നു? 1/2 ആയിരുന്നു. 1/2 into cos 45ന്റെ വാല്യൂ 1/√2 ആയിരുന്നു അല്ലെ? സൈൻ 30 1/2 into cos 45 1/√2
പ്ലസ് കോസ് 30 എന്തായിരുന്നു? കോസ് 30 √3/2 ആണ്. √3/2 ഇൻറ്റു സൈൻ 45 എന്തായിരുന്നു? 1/√2. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാ? 1 × 1 1 ആണ്. ബൈ 2 × √2 2√2 പ്ലസ് √3 × 1 √3 ആണ്. ബൈ 2 × √2 2√2 ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇവിടെ സെയിം അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 1 + √3/2 √2 എന്നോ അല്ലെങ്കിൽ √3 + 1/2 √2 എങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇതാണ് sin 75ന്റെ വാല്യൂ. നമ്മൾ വളരെ സിമ്പിൾ ആണല്ലോ ചെയ്തത്. നമ്മൾ എങ്ങനെ ചെയ്തത്? 75 നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസിനെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ അത് എഴുതണം. sin 75 നമുക്ക് 30 + 45 എന്ന് എഴുതി കൂടെ? sin of 30 + 45 ഡിഗ്രി അല്ലെ? sin of 30 + 45 ഡിഗ്രി. നമുക്ക് sin of x + y യുടെ എക്സ്പാൻഷൻ അറിയാം. sin x cos y + cos x sin y. അത് വെച്ചിട്ട് നമ്മൾ 30 40 കറക്റ്റ് ആയിട്ട് വാല്യൂ ഇട്ട് കൊടുത്തു. sin 30 1/2 cos 45 1/√2 ഇവിടെ √3/2 1/√2 അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് √3 + 1/2 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് എഴുതിയെടുക്കാം. അപ്പോൾ 5ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan 15ന്റെ വില കണ്ടുപിടിക്കാനാണ്. നമ്മൾ എങ്ങനെയാ വില കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞല്ലേ? നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസിന്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതും. അപ്പൊ നമുക്ക് tan 15 എങ്ങനെ എഴുതാം? tan of 45 - 30 എന്ന് എഴുതാം. അപ്പോൾ tan of 45 - 30 എന്ന് എഴുതാം. ഇത് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് tan of x - y യുടെ എക്സ്പാൻഷൻ കാണും. tan of x - y യുടെ എക്സ്പാൻഷൻ എന്താണ്? tan x - tan y by 1 + tan x tan y. അപ്പൊ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ആ വീഡിയോ എന്താണ് നിങ്ങൾ കണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ tan of x - y = tan x - tan y by 1 + tan x tan y is equal to നമ്മൾ എങ്ങനെ ചെയ്യും? tan x എന്ന് പറയുമ്പോൾ ഇവിടെ x 45 ഉം y 30 ഉം ആണ്. അപ്പോൾ tan 45 - tan 30 divided by 1 + tan 45 into tan 30. അപ്പോൾ x ഉം y ഉം നമ്മൾ കൊടുത്തിട്ട് ഇവിടെ 45 എന്ന് പറയുന്ന x ഉം 30 എന്ന് പറയുന്ന y ഉം ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി, ഒരു പാടുമില്ല. ഇനി നമ്മൾ അതിന്റെ വില കൊടുക്കും അല്ലെ? tan 45ന്റെ വില എന്താണ്? tan 45 എന്ന് പറയുമ്പോൾ 1 ആണ്. മൈനസ് tan 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്. ബൈ ഇനി താഴെ 1 ഉണ്ട്. 1 പ്ലസ് tan 45 എന്തായിരുന്നു? 1 ആണ്. ഇൻറ്റു tan 30 എന്താണ്? 1/√3 ആണ്. അപ്പോൾ 1 - 1/√3 ബൈ 1 + 1 ഇൻറ്റു നമുക്ക് പറയണ്ട. അപ്പോൾ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ 1 + 1/√3 എന്ന് കിട്ടി. ഇനി എങ്ങനെ ചെയ്യുന്ന നോക്കോ? നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യും. 1 - 1/√3 അല്ലേ? ഈ √3 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് √3 എന്ന് കിട്ടും. √3 - 1/√3. അപ്പൊ ഇങ്ങനെ എഴുതാൻ അറിയാലോ? √3 - 1/√3 ഡിവൈഡഡ് ബൈ √3 × 1. √3 × 1 √3 ആണ്. പ്ലസ് 1/√3. അപ്പോൾ നമുക്കറിയാലോ മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനൊക്കെ അറിയാം. ഈ ഡിനോമിനേറ്ററിനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ √3 × 1 - 1 √3 - 1 ബൈ ഹോൾ ബൈ ദ √3. ഇനി ഈ ബൈ ആണ് അടുത്ത് ഇട്ടേക്കുന്നത്. ബൈ √3 × 1 √3 ആണ്. പ്ലസ് 1/√3. അപ്പോൾ √3 - 1/√3 ബൈ √3 + 1/√3. ഇനി ഈ √3 ഈ √3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി എന്താ കിട്ടുക? ബാക്കി നമുക്ക് കിട്ടുന്നത് ഇവിടെ എഴുതാം. √3 - 1/√3 + 1 എന്ന് കിട്ടും. √3 - 1/√3 + 1. അപ്പൊ ഇത്ര എഴുതിയാലും മതി. tan 15ന്റെ ആൻസർ എന്താണ്? √3 - 1/√3 + 1. പിന്നെ നമുക്ക് എക്സസൈസിലെ ആൻസർ ആയിട്ട് ടെക്സ്റ്റിൽ കിടക്കുന്നത് ഈ ഉത്തരവല്ല. അപ്പൊ നമുക്ക് അതുകൂടി ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്യാം. കാരണം ചിലപ്പോൾ എൻട്രൻസിനൊക്കെ നിങ്ങൾക്ക് ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ കാണണമെന്നില്ല, ഈ ആൻസർ കാണണമെന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കൂടി ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കൂടി ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ബാക്കി ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് താഴെ √3 കിടക്കുന്നത് ശരിയല്ല. √3 ഒക്കെ ആണെങ്കിൽ മുകളിൽ വരണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ √3 മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് √3 + 1ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ √3 + 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് √3 - 1 കൊണ്ടാണ്. അപ്പൊ നമ്മൾ കോംപ്ലക്സ് നമ്പർ നല്ലോണം പഠിക്കും. അപ്പൊ ഇവിടെ √3 - 1 എന്ന് എഴുതി. അപ്പൊ താഴെ മേലും ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ √3 - 1 കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ √3 + 1 ആയതുകൊണ്ടാണ് ഇവിടെ √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ √3 - 1 ആയിരുന്നെങ്കിൽ ഇവിടെ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ. നോക്കിക്കോ. അപ്പൊ ഇനി √3 - 1 × √3 - 1 എങ്ങനെ ചെയ്യും? √3 × √3 3 ആണ്. മൈനസ് √3 × -1 മൈനസ് √3 -1 × √3 അതും മൈനസ് √3 -1 × -1 + 1 ബൈ √3 + 1 × √3 - 1.
എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ √3 പ്ലസ് 1 ഇൻറ്റു √3 മൈനസ് 1 എന്ന് പറയുന്നത് √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. മൈനസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? √3 മൈനസ് 1 ബൈ √3 പ്ലസ് 1 ആയിരുന്നു. നമ്മൾ രണ്ടിനെയും √3 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ √3 ഇൻറ്റു √3 3, √3 ഇൻറ്റു മൈനസ് 1 മൈനസ് √3, മൈനസ് 1 ഇൻറ്റു √3 മൈനസ് √3, മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1. ഇനി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇപ്പൊ √3യുടെ സ്ക്വയർ 3 മൈനസ് 1ന്റെ സ്ക്വയർ 1, അല്ലെങ്കിൽ 1ന്റെ സ്ക്വയർ 1. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാ? ഈ 3ഉം ഈ 1ഉം കൂടി കൂട്ടും. ഇപ്പൊ 3 1 എത്രയാണ്? 4 ആണ് അല്ലെ. 3 1 4 ആണ്. മൈനസ് √3 മൈനസ് √3, മൈനസ് √3 മൈനസ് √3. അപ്പൊ മൈനസ് √3 മൈനസ് √3 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 2√3 എന്ന് കിട്ടും. മൈനസ് √3 മൈനസ് √3 എന്ന് പറയുന്നത് മൈനസ് 2√3 അല്ലേ. മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് 2x ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് 4 മൈനസ് 2√3 ന്ന് ഒരു 2 കോമൺ എടുക്കാം. 4 മൈനസ് 2√3 ന്ന് 2 കോമൺ എടുക്കാം. കാരണം താഴെ 2 അല്ലേ കിടക്കുന്നത്. 2 ഇൻറ്റു 2 മൈനസ് √3 ബൈ 2. അപ്പൊ ഈ 2 ക്യാൻസൽ ആയി. ആൻസർ 2 മൈനസ് √3 എന്ന് വരും. ഇതാണ് നമുക്ക് ടെക്സ്റ്റിൽ ആൻസർ ആയിട്ട് കിടക്കുന്നത്. അപ്പോ 3 മൈനസ് √3 മൈനസ് √3 പ്ലസ് 1 ബൈ 3 മൈനസ് 1. ഈ 3ഉം ഈ 1ഉം കൂടെ കൂട്ടി 4 എഴുതി. മൈനസ് √3 മൈനസ് √3 എന്ന് പറയുന്നത് മൈനസ് 2√3 ആണ്. അപ്പൊ മൈനസ് 2√3 എഴുതി. ബൈ 3 മൈനസ് 1 2 ആണ്. ഈ 2 ക്യാൻസൽ ആവാൻ വേണ്ടി നമ്മൾ മുകളിൽ ഒരു 2 കോമൺ എടുത്തു. 2 ഇൻറ്റു 2 മൈനസ് √3 ബൈ 2. 2 ക്യാൻസൽ ആയി പോയി. അവസാനം 2 മൈനസ് √3 നമുക്ക് ആൻസർ വന്നു. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Prove that cos of pi by 4 minus x into cos of pi by 4 minus y minus sin of pi by 4 minus x into sin of pi by 4 minus y is equal to sin of x plus y ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി വലിയ ഉത്തരവായിട്ട് നമുക്ക് വരും. അതായത് cos of pi by 4 minus x നെ എക്സ്പാൻഡ് ചെയ്ത് cos of pi by 4 minus y എക്സ്പാൻഡ് ചെയ്ത് അപ്പോൾ വലിയ ഉത്തരം കിട്ടും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതാ നോക്കിക്കോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറയാം. cos of pi cos of x plus y, cos of x plus y, cos of x plus y യുടെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cos of x plus y യുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? cos x cos y minus sin x sin y. ഈ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാലോ. cos of x plus y എന്ന് പറയുന്നത് cos x cos y minus sin x sin y ആണ്. ഞാൻ ഇവിടെ pi by 4 minus x ന് x എന്നും pi by 4 minus y ക്ക് y എന്നും കൊടുത്തു. അപ്പോൾ pi by 4 minus x എന്ന് പറയുന്നത് x ആണ്, pi by 4 minus y എന്ന് പറയുന്നത് y ആണ്. കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ ഒന്ന് വായിച്ചേ. cos x cos y minus sin x sin y. അതെന്താണ്? cos x cos y minus sin x sin y എന്താണ്? cos x cos y minus sin x sin y എന്ന് പറയുന്നത് cos of x plus y അല്ലേ? അതായത് cos of x plus y യുടെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്. x എന്താണ് അവിടെ? pi by 4 minus x ഉം y എന്താണ്? pi by 4 minus y ഉം ആണ്. അതായത് ഈ ഒരു സാധനത്തിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. LHS. ഞാൻ ഇത് തന്നെ വീണ്ടും എഴുതുന്നില്ല. നിങ്ങൾ എഴുതുമ്പോൾ ഇതൊന്ന് എഴുതിയിട്ട് ശേഷം മാത്രം ഈക്വൽ ടു ഇട്ടിട്ട് അടുത്ത എഴുതുക. അപ്പോൾ cos x cos y അല്ലെ, cos x cos y minus sin x sin y നമുക്ക് എങ്ങനെ എഴുതാം? cos of x plus y എന്ന് എഴുതാം. cos of x plus y, cos of x plus y അല്ലെ, cos of x plus y. ഇവിടെ x എന്താണ്? pi by 4 minus x ആണ്. pi by 4 minus x plus pi by 4 minus y is equal to cos of pi by 4 plus pi by 4 എന്താണ്? pi by 4 plus pi by 4 എന്ന് പറയുന്നത് 2pi by 4 ആണല്ലേ. pi plus pi 2pi 2pi by 4. 2pi by 4 നമുക്ക് pi by 2 എന്ന് എഴുതാം. pi by 4 plus pi by 4 എന്ന് പറയുന്നത് pi by 2 ആണ്. മൈനസ് എക്സ് മൈനസ് വൈ, രണ്ടിൽ നിന്ന് ഒരു മൈനസ് കോമൺ എടുത്താലോ? മൈനസ് എക്സ് മൈനസ് വൈ നമുക്ക് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ എന്നായിരുന്നു. പൈ ബൈ 2 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് കോസ് അല്ല, കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. നമ്മൾ ക്വാഡ്രന്റിന്റെ കണക്ക് പഠിച്ചിട്ടുള്ളതാണ്. പൈ ബൈ 2 മൈനസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പോസിറ്റീവ് സിമ്പൽ വരും. നമ്മൾ റിഡക്ഷൻ ഫോർമുലയിൽ കറക്റ്റ് പഠിച്ചതാണ്. പൈ ബൈ 2 വന്നു കഴിഞ്ഞാൽ കോസ് എന്താകും? സൈൻ ആകും. കോസ് എന്താകും? സൈൻ ആകും. അപ്പൊ പോസിറ്റീവ് തന്നെയാണ്,
സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ. ഇപ്പൊ പൈ ബൈ ടു മൈനസ് അല്ലെങ്കിൽ പൈ ബൈ ടു പ്ലസ് വന്നു കഴിഞ്ഞാൽ സൈൻ വരും. ഇനി എന്താണോ അവിടെ കിടക്കുന്നത് അത് തന്നെ എഴുതുക, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. നമ്മൾ എങ്ങനെ ചെയ്തത്? വലിയൊരു ഉത്തരവായിരുന്നു. നമ്മൾ അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്, കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയോണ്ട് നമ്മൾ എക്സ് പ്ലസ് വൈ എന്ന് മാത്രം ഇട്ട് കൊടുത്തു. അപ്പൊ ഇത്രയും സാധനത്തിൽ നമ്മൾ ഒറ്റയടിക്ക് കോസ് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് പ്ലസ് പൈ ബൈ ഫോർ മൈനസ് വൈ എന്നാക്കി. ഇനി നമുക്ക് ഇതിനെ ഇവിടോട്ട് എത്തിക്കണം അല്ലെ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? പൈ ബൈ ഫോർ പ്ലസ് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് പൈ ബൈ ടു ആണ്. മൈനസ് കോമൺ എടുത്തു, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇത് എങ്ങനെ കിട്ടി? കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് എന്നൊരു ഫോർമേഷന് കിട്ടി. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ക്വാഡ്രന്റ് നോക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് സൈൻ ഇട്ടു, പോസിറ്റീവ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കും. ആദ്യം സൈൻ നോക്കും, പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കും. പോസിറ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ട് പൈ ബൈ ടു വന്നു കഴിഞ്ഞാൽ കോസ് സൈൻ ആകും. പിന്നെ എന്താണോ ആ ആംഗിൾ അത് തന്നെ എഴുതി കൊടുത്തു. ഇവിടെ എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan of pi by 4 plus x by tan of pi by 4 minus x is equal to 1 plus tan x by 1 minus tan x the whole square ആണ് തെളിയിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. നോക്കൂ, tan of pi by 4 plus x ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക? tan of x plus y നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan of x plus y is equal to, നേരത്തെ പറഞ്ഞതാണ്, tan x plus tan y, tan x plus tan y by 1 minus tan x tan y എന്നാണല്ലേ. 1 minus tan x tan y. അതേപോലെ tan of x minus y എന്തായിരുന്നു? tan of x minus y എന്ന് പറയുമ്പോൾ tan x minus tan y, tan x minus tan y by 1 plus tan x tan y ആയിരുന്നു. 1 plus tan x tan y. ഇത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ tan of x plus y ക്ക് പകരം എന്താ കിടക്കുന്നത്? tan pi by 4 plus x. ബാക്കി tan of x minus y ക്ക് പകരം tan pi by 4 minus x. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം LHS എഴുതി. LHS എഴുതിയിട്ട് ഇതുകൂടി എഴുതണം. ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. ഇനി tan pi by 4 plus x, tan pi by 4 plus x ഞാൻ എക്സ്പാൻഡ് ചെയ്തു. നോക്കൂ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? tan x plus tan y. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? tan pi by 4 plus tan x, tan pi by 4 plus tan x by, ഇപ്പോഴും ഇതിനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടോ, 1 minus tan x tan y എന്നല്ലേ. അപ്പൊ tan pi by 4 into tan x ഡിവൈഡഡ് ബൈ, ഇത് ഏത് ഡിവൈഡ് ബൈ ആണ്? ഇതാണ് tan pi by 4 plus x നെ എക്സ്പാൻഡ് ചെയ്തതാണ് tan pi by 4 plus tan x by 1 minus tan pi by 4 into tan x. ഇനി ഈ ഒരു ഡിവൈഡഡ് ബൈ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് tan pi by 4 minus x നെ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? tan x minus tan y എന്നാണല്ലേ. അപ്പൊ tan pi by 4 minus tan x ഡിവൈഡഡ് ബൈ 1 plus tan x tan y എന്നല്ലേ. അപ്പൊ 1 plus tan pi by 4 into tan x, 1 plus tan pi by 4 into tan x. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് tan pi by 4 ന്റെ വില അറിയാം. tan pi by 4 ന്റെ വില നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ബാക്കി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും. tan pi by 4 ന്റെ വില എന്താണ്? 1 ആണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എഴുതാം, ഈസ് ഈക്വൽ ടു tan pi by 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് 1 plus tan x by 1 plus tan x by, നോക്കിക്കോ, 1 minus tan pi by 4 എന്താണ്? 1 ആണ്. അപ്പൊ 1 plus tan x by 1 minus tan pi by 4 1 ആണ്. 1 into tan x എത്രയാ? tan x തന്നെയാണല്ലേ. അപ്പൊ 1 minus tan x എന്ന് എഴുതി കൂടെ ഇവിടെ 1 minus tan x ഡിവൈഡഡ് ബൈ, ഈ ഡിവൈഡഡ് ബൈ ഇട്ട് കൊടുത്തു. ഇനി tan pi by 4 ന്റെ വില എത്രയാണ്? 1 ആണ്. 1 minus tan x by 1 minus tan x by, ഇനി 1 plus അവിടെ എഴുതി, 1 plus tan pi by 4 into tan x. tan pi by 4 എത്രയാണ്? 1 ആണ്. 1 into tan x, tan x. അപ്പൊ 1 plus tan x by 1 minus tan x by 1 minus tan x by 1 plus tan x. നമ്മൾ ഉത്തരത്തിനോട് അടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? തിരിച്ചിട്ട് ഗുണിക്കും അല്ലെ. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഒരു ഫ്രാക്ഷൻ ഞാൻ ഇങ്ങനെ എഴുതി, 1 plus tan x divided by 1 minus tan x, 1 plus tan x divided by 1 minus tan x into, അടുത്തതിനെ തിരിച്ചെഴുതി, into 1 plus tan x by 1 plus tan x by 1 minus tan x. ഇനി നമുക്കറിയാം 1 plus tan x into 1 plus tan x എന്താണ്? 1 plus tan x the whole square ആണ്. 1 minus tan x into 1 minus tan x 1 minus tan x the whole square ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 plus tan x the whole square by 1 minus tan x the whole square എന്നല്ലേ. നമുക്കറിയാം a square by b square നെ നമുക്ക് a by b the whole square എന്ന് എഴുതി കൂടെ. അപ്പോൾ 1 plus tan x the whole square by 1 minus tan x the whole square നെ നമുക്ക് 1 plus tan x
ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് ഇതിന്റെ സ്ക്വയർ ബൈ ഇതിന്റെ സ്ക്വയർ ആയിരുന്നു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്തു. അപ്പൊ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആയിരുന്നില്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? നമ്മൾ എന്താ ചെയ്തത്? ഈ സാധനം കണ്ടപ്പോഴേ നമുക്ക് ഒരു ഇക്വേഷൻ ഓർമ്മ വന്നു, ടാൻ ഓഫ് എക്സ് പ്ലസ് ഫൈയും ടാൻ ഓഫ് എക്സ് മൈനസ് ഫൈവ്. അതിട്ട് നമ്മൾ വലിയൊരു എക്സ്പാൻഷൻ കൊടുത്തു. അതിൽ നമ്മൾ ടാൻ പൈ ബൈ 4ന്റെ വില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരം കിട്ടും. പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ദാറ്റ് കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു കോഡ് സ്ക്വയർ എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം കോസ് ഓഫ് പൈ പ്ലസ് എക്സിന്റെ വില എഴുതാം. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുമ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കറിയാലേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, അടുത്ത ക്വാഡ്രന്റിൽ സൈൻ, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാൻ, നാലാമത്തെ ക്വാഡ്രന്റിൽ കോസ് അല്ലെ. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിലെ വരുന്നത് ഇവിടെ വരെയാണ് പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ സിമ്പിൾ എഴുതും. കോസ് ഓഫ് പൈ പ്ലസ് എക്സിന് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. ഇനി പൈ വന്നു കഴിഞ്ഞാൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് എഴുതാനുള്ളത്. അപ്പോൾ മൈനസ് കോസ് എഴുതി. ഇനി പൈ പ്ലസ് എക്സിൽ പൈ എഴുതി പ്ലസ് ഓക്കെ കോസിന്റെ സ്ഥാനത്തിൽ പൈ പ്ലസ് എക്സ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കും? ആദ്യം സിമ്പിൾ എഴുതി, സൈൻ എഴുതി, അത് കഴിഞ്ഞ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കി, പിന്നെ എക്സ് ഇട്ട് കൊടുക്കും. മൈനസ് കോസ് എക്സ് ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. നമ്മളല്ലേ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ടാൻ എക്സ് ആണ്. പക്ഷെ കോസ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ ആ മൈനസിനെ കോസ് അങ്ങ് വിഴുങ്ങും അല്ലെ. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ്. ഇങ്ങനെയല്ല നോക്കുന്നത്. സൈൻ ഓഫ് പൈ മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ആ സൈൻ തന്നെ എഴുതി. എക്സ് പൈ വന്നുകൊണ്ടാണ് സൈൻ എഴുതിയത്. ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. എങ്ങനെ എഴുതും? പൈ ബൈ 2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായിട്ട് പറഞ്ഞതാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ഇനി പൈ ബൈ 2 വന്നു കഴിഞ്ഞാൽ കോസ് സൈൻ ആകും. എക്സ് ഇട്ട് കൊടുത്തു. അപ്പൊ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കറക്റ്റ് അല്ലേ? മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്തായിരിക്കും? ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് കോട്ട് എക്സ് ആയിരിക്കും. അപ്പൊ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് സ്ക്വയർ എക്സ്. മൈനസും ക്യാൻസൽ ആയി പോയി. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് കോട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? കോട്ട് സ്ക്വയർ എക്സ് ആയിരിക്കും. ഓക്കെ, അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? കോസ് ഓഫ് പൈ പ്ലസ് എക്സിന്റെ വില കണ്ടുപിടിച്ചു, കോസ് ഓഫ് മൈനസ് എക്സിന്റെ വില എഴുതി, സൈൻ ഓഫ് പൈ മൈനസ് എക്സിന്റെ വില എഴുതി, കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സിന്റെ വില എഴുതി. അത് തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൈനസും ക്യാൻസൽ ചെയ്തു. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോസ് ഓഫ് 3π/2 പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 2π പ്ലസ് എക്സ് ഇൻറ്റു കോട്ട് 3π/2 മൈനസ് എക്സ് പ്ലസ് കോട്ട് 2π പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് തെളിയിക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുത്ത അവസാനം ഉറപ്പായിട്ട് 1 കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. കോസ് ഓഫ് 3π/2 പ്ലസ് എക്സ് നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്കറിയാലേ, ഇത് π/2 ആയിരുന്നു, ഇത് π/2 ആണ്, ഇത് π ആണ്, ഇത് 3π/2 ആണ്, ഇത് 2π ആണ് അല്ലെ. അപ്പോ 3π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വരും? ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിലെ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് തന്നെയാണ്. ഇനി 3π/2 π/2 3π/2 വന്നാൽ കോസ് എന്നുള്ളത് സൈൻ ആവും അല്ലെ. കോസ് എന്നുള്ളത് സൈൻ ആകും. ബാക്കി നമുക്ക് എക്സ് തന്നെ എഴുതാം. ബാക്കി എക്സ് തന്നെയാണ്. ഇൻറ്റു കോസ് ഓഫ് 2π പ്ലസ് എക്സ്. കോസ് ഓഫ് 2π പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2π പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് എഴുതി. ഇനി 2π വന്നതുകൊണ്ട് കോസ് തന്നെ ആയിരിക്കും. അപ്പൊ കോസ് എക്സ് കറക്റ്റ് അല്ലേ? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോട്ട് ഓഫ് 3π/2 മൈനസ് എക്സ്. 3π/2 ഇവിടെയാണ്. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ ടാനിന്റെ റെസിപ്രോക്കൽ ആയ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കോട്ട് ഓഫ് 3π/2 മൈനസ് എക്സില്
പോസിറ്റീവ് ആണ്. ഇനി 3π/2 എന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 3π/2 π/2 3π/2 വന്നാൽ കോട്ട് എന്ന് പറയുന്നത് ടാൻ ആകും. അപ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ട് 2π + x, കോട്ട് 2π + x. 2π പ്ലസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. 2π വന്നതുകൊണ്ട് കോട്ട് തന്നെയാണ് അല്ലെ, പൈയും 2π വന്നാൽ കോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് എന്ന് എഴുതി. ഇനി നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലെ, സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. അതെങ്ങനെ ചെയ്യാം? സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഇപ്പൊ ഇവിടെ ഇതൊരു ടേം ആണല്ലേ, ഇതൊരു ടേം ആണ്. ഇപ്പൊ a ഇൻറ്റു ബി പ്ലസ് സി എന്ന് വിചാരിച്ചാലും മതി. a ഇൻറ്റു ബി പ്ലസ് സി, a ഇൻറ്റു ബി പ്ലസ് സി. അപ്പൊ a ഇൻറ്റു ബി പ്ലസ് സി നമ്മൾ എങ്ങനെ ചെയ്യും? a ഇൻറ്റു ബി എ ബി പ്ലസ് a ഇൻറ്റു സി എ സി. അപ്പൊ സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്, സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്, സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ്, സൈൻ എക്സ് കോസ് എക്സ് കോട്ട് എക്സ്. ഇനി നമുക്ക് എഴുതാം സൈൻ എക്സും കോസ് എക്സും ഞാൻ ഒന്നും ചെയ്തില്ല, സൈൻ എക്സ് കോസ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ഞാൻ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതി. ഇനി സിമ്പിൾ അല്ലേ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ഉണ്ട്, ഇവിടെ കോസ് എക്സ് ഉണ്ട്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ്. പ്ലസ് ഇവിടെ അതേപോലെ തന്നെയാണ്, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ക്യാൻസൽ ആയി പോകുന്നു. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 അല്ലേ. അപ്പൊ നമുക്ക് 1 ആണെന്നല്ലേ തെളിയിക്കേണ്ടിയിരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്തത്? cos of 3π/2 plus x നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. cos of 2π plus x എഴുതി. cot of 3π/2 minus x എഴുതി. cot of 2π plus x എഴുതി. ഇനി ആ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് tan x നെ sin x by cos x എന്നും cot x നെ cos x by sin x എന്നും എഴുതി. എല്ലാം ക്യാൻസൽ ആയി അവസാനം sin square x by cos square x എന്ന് വന്നു. അതിന്റെ ഉത്തരം 1 ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ sin of n plus 1 into x into sin of n plus 2 into x plus cos of n plus 1 into x into cos of n plus 2 into x is equal to cos x ആണ് തെളിയിക്കുക. അപ്പൊ ഇത്രയും വലിയൊരു സാധനത്തിന് നമുക്ക് cos x ആക്കി ചുരുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനകത്ത് നമ്മളൊരു എക്സ്പാൻഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. cos of x minus y യുടെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. cos x cos y plus sin x sin y. അത് ജസ്റ്റ് അവിടെ വെച്ചേക്കാം. cos of x minus y is equal to cos x cos y plus sin x sin y. അപ്പോൾ ഞാനിവിടെ n plus 1 into x നെ x എന്ന് വിളിച്ചു. n plus 1 into x നെ x എന്ന് വിളിച്ചു. ഇനി n plus 2 into x നെ y എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും x ആയിരിക്കും, ഇവിടെയും y ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? sin x sin y plus cos x cos y. അപ്പൊ നമുക്ക് അതിനെ നേരെ തിരിച്ചിട്ടൂടെ? cos x cos y plus sin x sin y. cos x cos y plus sin x sin y ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്? cos x cos y plus sin x sin y അല്ലെങ്കിൽ sin x sin y plus cos x cos y നമുക്ക് എങ്ങനെ എഴുതാം? cos of x minus y എന്ന് എഴുതാം. അപ്പൊ ഇവിടെ sin x sin y plus cos x cos y നമുക്ക് എങ്ങനെ എഴുതാം? LHS നെ നമുക്ക് എങ്ങനെ എഴുതാം? cos of x minus y എന്ന് എഴുതാം. cos of x minus y. പക്ഷെ ഇവിടെ x minus y ആണോ? അല്ല. x minus y ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? cos of, നമ്മൾ x എന്ന് എന്തിനാണ് വിളിച്ചത്? n plus 1 into x നെ ആയിരുന്നു. n plus 1 into x minus n plus 2 into x. അപ്പോൾ x ഉം y എന്ന് പറയുന്നത് n plus 1 into x minus n plus 2 into x ആണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് cos x കിട്ടും. നോക്കാം. ഈസ് ഈക്വൽ ടു cos of n plus 1 into x നമുക്ക് എങ്ങനെ എഴുതാം? nx plus x എന്ന് എഴുതാം മൈനസ് n plus 2 into x നെയോ nx plus 2x എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. ഈസ് ഈക്വൽ ടു ഇപ്പോൾ n into x nx 1 into x x. അപ്പോൾ n plus 1 into x nx plus x. ഇനി n plus 2 into x എന്ന് പറയുമ്പോൾ nx plus 2x എന്ന് വരും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ടേം ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. cos of nx plus x cos of nx plus x minus minus into nx minus nx minus into 2x minus 2x is equal to cos of nx nx ക്യാൻസൽ ആയി. ഇപ്പോൾ ഇവിടെ പ്ലസ് nx മൈനസ് nx ഉണ്ട്, പ്ലസ് nx മൈനസ് nx ക്യാൻസൽ ആയി. ഇനി ആരൊക്കെ ഉണ്ട്? x ഉണ്ട്, ഒരു മൈനസ് 2x ഉണ്ട്, x ഉണ്ട്, ഒരു മൈനസ് 2x ഉണ്ട്. x മൈനസ് 2x എന്താണ്? മൈനസ് x അല്ലേ? 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 അല്ലേ? അപ്പോൾ x മൈനസ് 2x എന്ന് പറയുന്നത് മൈനസ് x ഈസ് ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് x എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മൈനസിനെ കോസ് അങ്ങ് വിഴുങ്ങും. അപ്പോൾ കോസ് ഓഫ് മൈനസ് x എന്ന് പറയുന്നത്
കോസ് എക്സ് ആണ്. നമുക്ക് കോസ് എക്സ് ആണെന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പൊ ഇത്രയും വലിയ സാധനത്തിന് ഈ ഒരു സ്റ്റെപ്പ് എഴുതാനത് ഏറ്റവും പ്രധാനം. ഇത്രയും വലിയ സാധനത്തിന് നമ്മൾ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ഫോർമാറ്റിലാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഇൻറ്റു കോസ് എക്സ് കോസ് വൈ ഇൻറ്റു സൈൻ എക്സ് സൈൻ വൈയിലാണെന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അതിനെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന ഫോർമാറ്റിലാക്കി. അപ്പോൾ n പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് n പ്ലസ് ടു ഇൻറ്റു എക്സ്. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ബാക്കി എല്ലാം പോയിട്ട് അവസാനം കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് കിട്ടും. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോസ് ഓഫ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് ഓഫ് 3π/4 മൈനസ് എക്സിനെ മൈനസ് √2 സൈൻ എക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? LHS എഴുതി കോസ് ഓഫ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് ഓഫ് 3π/4 മൈനസ് എക്സ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സ് എന്ന് കൊടുത്തു, ഇവിടെ ഒരു വൈ എന്ന് കൊടുത്തു. അപ്പൊ ഇത് എങ്ങനെയായി? കോസ് എക്സ് മൈനസ് കോസ് വൈ എന്നായി. കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? കോസ് എക്സ് മൈനസ് കോസ് വൈ, കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? -2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു ആയിരുന്നില്ലേ? അപ്പൊ നമ്മളിവിടെ എങ്ങനെ എഴുതും? മൈനസ് എഴുതി ആദ്യം. -2 സൈൻ ഓഫ് നോക്കിക്കോളണം. -2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു. ഇവിടെ എക്സ് എന്താണ്? 3π/4 പ്ലസ് എക്സ്. അപ്പോ -2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു എന്നാണ്. എക്സ് എഴുതി 3π/4 പ്ലസ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്നല്ലായിരുന്ന 3π/4 പ്ലസ് എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? 3π/4 മൈനസ് എക്സ് ബൈ ടു എന്നല്ലേ? അപ്പോ എക്സ് പ്ലസ് വൈ ബൈ ടു. ഓക്കെ, ഇനി -2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു എന്നല്ലേ? എക്സ് മൈനസ് വൈ ബൈ ടു. എക്സ് എന്താണ്? 3π/4 പ്ലസ് എക്സ്. 3π/4 പ്ലസ് എക്സ് അല്ലെ? 3π/4 പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ 3π/4 പ്ലസ് എക്സ് എഴുതി. ഇനി എക്സ് മൈനസ് വൈ ബൈ ടു അല്ലെ? അപ്പൊ മൈനസ് 3π/4 മൈനസ് എക്സ്. അപ്പൊ മൈനസ് വന്നിട്ട് രണ്ട് ടേം ഉണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞു ബ്രാക്കറ്റ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ മൈനസ് 3π/4 മൈനസ് എക്സ്. അപ്പൊ എക്സ് പ്ലസ് വൈ എഴുതി, എക്സ് മൈനസ് വൈ എഴുതി. എക്സ് മൈനസ് വൈ ബൈ ടു അല്ലെ? അപ്പൊ എങ്ങനെയാണ്? 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു. കറക്റ്റ് അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു -2 സൈൻ ഓഫ് 3π/4 പ്ലസ് എക്സ് 3π/4 മൈനസ് എക്സ്. പ്ലസ് എക്സും പ്ലസ് മൈനസ് എക്സും വെട്ടി കളഞ്ഞൂടെ? ഇനി 3π/4 പ്ലസ് 3π/4 എന്താണ്? 3π/4 പ്ലസ് 3π/4. 3π പ്ലസ് 3π 6π ആണ്. 6π/4. 6π/4 നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, 6π/4 4ഉം 6ഉം കൂടെ 2 ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്താൽ 3π/2 എന്ന് എഴുതി കൂടെ? അപ്പൊ നമുക്കിവിടെ 3π/2 അല്ലെ? അപ്പൊ 3π/4 പ്ലസ് 3π/4 എന്ന് പറയുന്നത് 3π/2 ആണ്. ബൈ ഈ 2 എഴുതി ഇൻറ്റു സൈൻ ഓഫ്, നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ? 3π/4 പ്ലസ് എക്സ് മൈനസ് 3π/4 മൈനസ് ഇൻറ്റു 3π/4 മൈനസ് 3π/4 മൈനസ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ ടു അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തത്? 3π/4 പ്ലസ് എക്സ് ഉണ്ടായിരുന്നു, മൈനസ് ഇൻറ്റു 3π/4 മൈനസ് 3π/4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ്. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, അത് നമ്മൾ അതേപോലെ ഇവിടെ എഴുതി. ഈസ് ഈക്വൽ ടു -2 സൈൻ ഓഫ് 3π/2 ബൈ 2. 3π/2 ബൈ 2. അപ്പൊ ഈ 2 നമ്മൾ എങ്ങനെ എഴുതും? ഇൻറ്റു 1/2 എന്നാക്കും. അപ്പൊ നമുക്ക് 3π/4 എന്ന് കിട്ടും. അതായത് ഈ സംഖ്യകൾ തങ്ങളിൽ കുടിച്ചാൽ മതി. 3π/2 ബൈ 2 എന്നാണെങ്കിൽ 2 × 2 4 താഴെ എഴുതി ഇൻറ്റു സൈൻ ഓഫ് 3π/4 പ്ലസ് എക്സ് മൈനസ് 3π/4 പ്ലസ് എക്സ്. അപ്പൊ ഈ 3π/4 ഈ 3π/4 വെട്ടിപ്പോയി. പ്ലസ് എക്സ് എന്ത് കിട്ടും? 2x കിട്ടും അല്ലെ? എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x ആണ്. 2x ബൈ 2 എന്ത് കിട്ടും? 2x ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് x കിട്ടും. അപ്പൊ -2 സൈൻ 3π/4 ഇൻറ്റു സൈൻ എക്സ്. ഇനി സൈൻ 3π/4 നമുക്ക് എങ്ങനെ എഴുതാം? -2 സൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞു 3π/4 നമ്മൾ എങ്ങനെ എഴുതും? π മൈനസ് π/4 എന്ന് എഴുതും. π മൈനസ് π/4 ഇൻറ്റു സൈൻ എക്സ്. ഇനി π മൈനസ് π/4 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് വരും? π മൈനസ് π/4. അപ്പൊ എന്ത് വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. π മൈനസ് π/4. അപ്പൊ ഈ സെക്കൻഡ് ക്വാഡ്രന്റ് ആണല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? -2 സൈൻ π മൈനസ് π/4 നമ്മൾ ആദ്യം നോക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് തന്നെയാണ്. സൈൻ പോസിറ്റീവ് തന്നെയാണ്. ഇനി
പൈ വന്നുകൊണ്ട് സൈൻ തന്നെ എഴുതും. അപ്പോൾ -2 സൈൻ π/4 -2 സൈൻ π/4 ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു -2 സൈൻ π/4 എന്താണ് 1/√2 അല്ലേ. സൈൻ π/4 എന്ന് പറയുമ്പോൾ 1/√2 അല്ലേ ഇൻറ്റു സൈൻ എക്സ്. ഇനി 2 ഇൻറ്റു 1/2 2 ഇൻറ്റു 1/2 അപ്പൊ 2 ഇൻറ്റു 1/√2 2/1/√2 എന്ന് പറയുമ്പോൾ 2/√2 എന്നല്ലേ. 2/√2 എന്താണ് 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 ആണ് /√2. അപ്പൊ 2/√2 എന്ന് പറയുന്നത് എന്താണ് √2 ആണ്. അതായത് √2 ഇൻറ്റു √2 ഇൻറ്റു √2 /√2 എന്നാണ് വരുന്നത് 2/√2. അപ്പൊ ഈ √2 വെട്ടിപ്പോയി √2 ആണ് വരുന്നത്. അപ്പോൾ -2 ഇൻറ്റു 1/√2 ഇൻറ്റു സൈൻ എക്സ് എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2/√2 എന്താണ് √2 ആണ്. അപ്പൊ -√2 സൈൻ എക്സ് എന്ന് കിട്ടും. -√2 സൈൻ എക്സ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അതായിരുന്നു തെളിയിക്കേണ്ടത്. അപ്പോൾ -2 ഇൻറ്റു 1/√2 2 ആണ്. 2/√2 എന്ന് പറയുന്നത് √2 ആണ്. √2 സൈൻ എക്സ് -√2 സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്ത് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മാറ്റിയപ്പോൾ നമുക്ക് -2 സൈൻ 3π/4 ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി അല്ലെ. 3π/4 നമ്മൾ π - π/4 എന്ന് എഴുതി. അതിന്റെ ഉത്തരമായിട്ട് സൈൻ π/4 എന്ന് വന്നു. സൈൻ π/4 1/√2 ആണ്. -2 ഇൻറ്റു 1/√2 -√2 എന്ന് വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇതെല്ലാം ഒരേ രീതിയിലാണ്. നമ്മൾ ആ സാധനം കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ വരും. ഇക്വേഷൻ വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. എത്ര ക്വസ്റ്റ്യൻ ആണ്? എക്സസൈസ് 3.3 11 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇടയ്ക്ക് 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. അതുൾപ്പെടെ ഈ 11 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ലിങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചും ചോദിക്കാം. എങ്ങനെയാണെങ്കിലും ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ KG Tech.